നമസ്കാരം. റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള സിനിമയുടെ നട്ടല്ലൊടിച്ച മലയാള സിനിമയുടെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മലയാള സിനിമ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് മുൻപും പിൻപും എന്ന ചരിത്രം സൃഷ്ടിച്ചതാണ് ഇന്നുവരെ മലയാള സിനിമ പ്രേക്ഷകർ കാണാത്ത, അല്ലെങ്കിൽ മലയാള സിനിമ ഇൻഡസ്ട്രി കാണാത്ത ഒരു അടിയന്തരാവസ്ഥയിലേക്കാണ് മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണഭൂതനായത് അല്ലെങ്കിൽ കാരണഭൂതമായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തന്നെയാണ്. മലയാള സിനിമയുടെ അതികായന്മാർ, അവരുടെ പ്രതിച്ഛായ തകർന്നു വീണ നിമിഷങ്ങൾ, അതിന്ന് ഓരോ ദിവസവും ഏതാണ്ട് ഓഗസ്റ്റ് മധ്യഭാഗത്തോടുകൂടി പുറത്തു വന്ന, ഏതാണ്ട് ഓഗസ്റ്റ് 19-ാം തീയതിയോടുകൂടി പുറത്തു വന്ന ആ റിപ്പോർട്ടിനെ ചുവട് പിടിച്ച് പിന്നീട് വന്ന കാര്യങ്ങൾ കേട്ടാൽ അറയ്ക്കുന്നതും കേട്ടാൽ ഭയപ്പെടുത്തുന്നതുമായ പല കാര്യങ്ങളാണ്. അതുമാത്രമല്ല, അത് കേട്ട് മലയാള സിനിമയിലെ താരാരാധനയുടെ പകിട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയവും ഇല്ലാതില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ മലയാള സിനിമയിൽ പണ്ട് മുതലേ വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന പല കീഴ്വഴക്കങ്ങളും തുറന്നു കാട്ടപ്പെടുകയായിരുന്നു. ഇന്നും പല പ്രമുഖ നടിമാരും അമാന്തിച്ചു നിൽക്കുന്നുണ്ട് അവർക്ക് സംഭവിച്ച അനീതിയെക്കുറിച്ച് മുൻപിൽ വന്നു പറയാൻ. കാരണം അവർ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ രഹസ്യമൊഴി കൊടുത്തു എന്ന് തീർച്ചയായിട്ടും പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് തങ്ങൾക്ക് ഇത് സംഭവിച്ചു, അല്ലെങ്കിൽ തങ്ങൾ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ തങ്ങൾ ഇങ്ങനെ ചെയ്യപ്പെടാൻ നിർബന്ധിതരായി എന്ന് പറയാൻ പല പ്രമുഖ നടിമാരും ഇന്നും മടിക്കുന്നു, ഇന്നും ഭയക്കുന്നതിന് കാരണം അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഭയന്നിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠ കൊണ്ട് തന്നെയാണ്. എന്നാൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ലാത്തത് കൊണ്ടല്ല അവർ മുൻപിൽ വന്ന് ഇതൊക്കെ പറയുന്നത്. അവർ പറയുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാനോ അവർക്ക് വേറെ നോക്കാൻ വേറെ രക്ഷയില്ല. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്തു പോകും എന്ന രീതിയിലാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്ന് ഇറങ്ങിയതെന്ന് നമുക്ക് അനുമാനിക്കാം. ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ അതിനെ എതിർക്കാൻ നിൽക്കാതെ ഒരേ ഒരാൾ മാത്രമാണ് അത് ആരോപണമാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഷുവർട്ടിയോടുകൂടി, അല്ലെങ്കിൽ 100% ഷുവറായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് വിളിച്ചു പറഞ്ഞത് അത് നിവിൻ പോളി മാത്രമാണ്. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംവിധായകൻ വിനീത് ശ്രീനിവാസനും രംഗത്ത് വന്നിരുന്നു. ആ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിലേക്ക് അദ്ദേഹം അപ്പീൽ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, FIR റദ്ദാക്കാൻ വേണ്ടിയിട്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോഴും നമ്മൾ ആരാധനയോടെ കണ്ടിരുന്ന പല കഥാപാത്രങ്ങളും വെള്ളിത്തിരയിൽ അഴിഞ്ഞാടിയ, അല്ലെങ്കിൽ പകർന്നാട്ടം നടത്തിയ പ്രമുഖ നടന്മാർ പലരും മിണ്ടാതെ മൗനം പാലിച്ചിരിക്കുകയാണ്. പറഞ്ഞ മാത്രയിൽ, അതായത് ഒരു വന്ന് എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ മാത്രയിൽ, എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു, വർഷങ്ങളായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ലൈംഗിക ചുവയോടുകൂടിയുള്ള മെസ്സേജുകൾ അയച്ചു, എന്നെ അതിന് പ്രേരിപ്പിച്ചു, എന്നെ നിർബന്ധിച്ചു എന്ന് പറയുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ ഉരിയാടാതെ താങ്കൾ വഹിച്ചിരുന്ന, അല്ലെങ്കിൽ താൻ വഹിച്ചിരുന്ന അമ്മയുടെ സ്ഥാനങ്ങൾ പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് ഇറങ്ങി പോരുകയാണ് ചെയ്തത്. ജനങ്ങൾക്കൊരു മറുപടി പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ അദ്ദേഹങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. പക്ഷേ അവർ തെറ്റുകാരാണ്, അവരുടെ കൈകൾ കറുത്തതാണ്, അവരുടെ കയ്യിൽ പുരണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. എന്തിന്, നമ്മുടെ മെഗാ സ്റ്റാറുകൾ പോലും അമ്മയുടെ അമ്മയുടെ താരസംഘടന എന്ന് പറഞ്ഞ അമ്മ എന്ന് പറയുമ്പോൾ എന്തൊരു ധാർഷ്ട്യമായിരുന്നു അവർക്ക്. അമ്മയിൽ അംഗത്വമില്ലാത്തവരെ വിലക്കും, അല്ലെങ്കിൽ അമ്മയിൽ അംഗത്വം കിട്ടാൻ ഇത്ര രൂപ കെട്ടിവെക്കണം, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് 12-15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മഹാനടൻ തിലകൻ സാറിനെ വിലക്ക് കൊണ്ട് വേലി തീർത്തവരായിരുന്നു ഈ അമ്മ സംഘടനക്കാർ. അന്നൊന്നും ഈ പറയപ്പെട്ട മെഗാസ്റ്റാറുകൾ കൊടികുത്തി വാണ്ടിരുന്ന കാലമായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ആരും സംസാരിച്ചിരുന്നില്ല. എനിക്കൊന്ന് സംവിധായകൻ വിനയൻ മാത്രമാണ് അതിനൊരു അപവാദം എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊപ്പം നിന്നവരെയും സിനിമാ സമൂഹം വിലക്കി, അല്ലെങ്കിൽ സിനിമയുടെ പവർ ടീം വിലക്കി എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കീഴ്വഴക്കമല്ല, നൂറ്റാണ്ടുകളായിട്ട്, അല്ലെങ്കിൽ ഇത് തുടങ്ങി മലയാള സിനിമ എന്നുണ്ടോ അതിനുശേഷം അതിന്റെ പളപളപ്പ് എന്ന് തുടങ്ങിയോ അന്ന് തുടങ്ങി. പക്ഷെ ഷീലാമ്മയുടെ കാലം മുതൽ, ശാരദാമ്മയുടെ കാലം മുതൽ തുടങ്ങിയതാവണം ഇത്. അവരും അറിഞ്ഞും അറിയാതെയും ഒളിഞ്ഞും തെളിഞ്ഞും അവര് പലവട്ടം ഇതൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ? കാരണം അന്ന് താക്കോല് ആരുടെ കയ്യിലാണ്? കള്ളന്റെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി 300 പേജുള്ള ആ റിപ്പോർട്ടിൽ ഏതാണ്ട് 263 പേജുകൾ പ്രസിദ്ധീകരിച്ചുവെങ്കിലും ബാക്കിയുള്ള 40 പേരുകളിൽ പ്രമുഖരുടെ പേരുകൾ തന്നെയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ആ പേജുകൾ മുക്കിയത്. അതിനുവേണ്ടി ചിലപ്പോൾ ഒരു പക്ഷേ മന്ത്രിസഭയ്ക്ക് കൂടെ, അല്ലെങ്കിൽ പക്ഷെ മുഖ്യമന്ത്രിക്കും ടീമിനും കോടികൾ ചിലപ്പോൾ താര സംഘടനകൾ, അല്ലെങ്കിൽ താര രാജാക്കന്മാർ വാരി എറിഞ്ഞിട്ടുണ്ടാവാം. ഒരു പക്ഷേ അവരുടെ പേരുകൾ പുറത്തു വന്നാൽ ഇനി ഒരിക്കലും ഒരു അതിജീവനം ഇവർക്കുണ്ടാകുമോ എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരും. ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, 12 വർഷം മുമ്പും 10 വർഷം മുമ്പും നടന്ന കഥകൾ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് തോന്നിയിരിക്കുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണം കഴിഞ്ഞ ദിവസം നമ്മുടെ അദ്വൈതം സിനിമയിൽ അഭിനയിച്ച
അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ. ആ പാട്ട് മലയാളികൾ ഒരിക്കലും മറക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മറക്കാൻ സാധിക്കാത്ത ഒരു പാട്ടാണ് അല്ലെ. ആ പാട്ടിൽ നമ്മുടെ പ്രിയ ജയറാമിനോടൊപ്പം അഭിനയിച്ചൊരു നടിയുണ്ടായിരുന്നു, സൗമ്യ എന്നു പേരുള്ള ഡോക്ടർ സുജാത. അവർ ഇന്ന് വിദേശത്താണ്. അവർ തമിഴിൽ അവർക്ക് ഉണ്ടായ ഒരു അനുഭവം പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിപ്പോൾ ഇന്നിപ്പോൾ വാർത്തയായിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് അവരുടെ 18ാമത്തെ വയസ്സിലാണ് സിനിമ എന്താണെന്ന് അറിയാത്ത, സിനിമയുടെ യാതൊരു തരത്തിലുള്ള ഹിസ്റ്ററിയും ഇല്ലാത്ത, ഒരു പാരമ്പര്യം ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് അവർ ഈ സിനിമയിലേക്ക് വരുമ്പോൾ താരദമ്പതികൾ, അന്നത്തെ താരദമ്പതികളായ രണ്ടുപേരാണ് അവരെ ഓഡീഷനിലൂടെ സെലക്ട് ചെയ്തതെന്നും അവരൊരു മകളെ പോലാണ് കണക്കാക്കിയതെന്നും അവരുടെ ഇംഗിതത്തിന് വഴങ്ങാത്തപ്പോൾ പലവട്ടം സംവിധായകൻ അവരോട് ദേഷ്യമായി പെരുമാറിയെന്ന് അവർ കരുതി. എന്നാൽ സംവിധായകന്റെ ഭാര്യ സെറ്റിൽ ഉണ്ടായിരുന്നിട്ട് പോലും, അല്ലെങ്കിൽ അദ്ദേഹം അവരോട് പരാതി ഈ സ്ത്രീ പറഞ്ഞപ്പോൾ, ഈ സൗമ്യ എന്ന് പറയുന്ന വ്യക്തി, സുജാത എന്ന ഒറിജിനൽ പേരുള്ള വ്യക്തി പറയുമ്പോൾ അവർ അത് നേരെ സംവിധായകനോട് പറയുകയും അവരിൽ ഒരു വൈരാഗ്യം സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് ഈ മകളെ പോലെ ഇവർ കരുതിയിരുന്നത്, സംവിധായകൻ ഒരിക്കലും മകളെ പോലെ അവരെ കണ്ടിട്ടില്ലല്ലോ, ഇവർ അദ്ദേഹത്തെ ഒരു അങ്കിളായിട്ട് അല്ലെങ്കിൽ അച്ഛനെ പോലെ ആയിരിക്കും അദ്ദേഹം തന്നെ കരുതുന്നത് കരുതി. കാരണം അതേ പ്രായത്തിലുള്ള ഒരു മകൾ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ആ പ്രായത്തിലുള്ള മകളുടെ ഇവരെ ഭാര്യ ഇല്ലായിരുന്ന സമയത്ത് ഒരിക്കൽ അദ്ദേഹം കയറി പിടിച്ചു, ചുംബിക്കാൻ ശ്രമിച്ചു, ചുംബിച്ചു എന്നാണ് അവർ പറയുന്നത്. പിന്നീട് പല തവണ അവരെ നശിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ അവർ 3 സിനിമകൾ ചെയ്തു. അദ്വൈതം അതിലൊരു പ്രധാനപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. അത് ബാക്കി 3 സിനിമകൾ അവർ ചെയ്തിട്ടുണ്ട്. ആ സിനിമയിലെ അണിയറ പ്രവർത്തകർ അവരെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയെന്ന് അവരെ പച്ചയ്ക്ക് ഇന്ന് പറയുന്നുണ്ട്. ഇന്ന് അവരൊരു ഡോക്ടറാണ്, ഒരു സൈക്യാട്രിക് ഡോക്ടറായിട്ട് അവര് പുറം നാടിൽ ഒരു വിദേശത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്നു. അവർക്ക് ഈ മലയാള സിനിമയിൽ നിന്ന്, തമിഴ് സിനിമയിൽ നിന്ന് ഓൾറെഡി അനുഭവം ഉണ്ടായിട്ടാണ് അവർ മലയാള സിനിമയിലേക്ക് വരുന്നത്. എന്നാൽ മലയാള സിനിമയിലും അവരെ കാത്തിരുന്നത് കൊടൂര പീഡനങ്ങളായിരുന്നു. സത്യത്തിൽ നമ്മൾ ആ സിനിമയൊക്കെ കാണുമ്പോൾ ഓർക്കുമല്ലോ, ഇവരൊക്കെ എത്രയോ ഭാഗ്യവതികളാണ്, എത്ര തന്മയത്വത്തോടുകൂടിയാണ് അവർ ആ സിനിമയിലേക്ക് അഭിനയിച്ചത്. പക്ഷെ അവർ അതിന് കൊടുക്കേണ്ടി വന്ന വില അവരുടെ മനസ്സും അവരുടെ ശരീരവുമായിരുന്നു. അവരെ ടെക്നീഷ്യന്മാര്, ക്യാമറ പേഴ്സൺസ്, പ്രൊഡ്യൂസർ, അതുപോലെ സംവിധായകൻ, ഇവരെല്ലാവരും അവരെ ചൂഷണം ചെയ്തെന്നാണ് അവർ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ട്രോമയിൽ നിന്ന് അവർക്ക് വർഷങ്ങളോളം നീണ്ടുനിന്ന ചികിത്സ ആവശ്യമായിരുന്നു. ഈ ട്രോമയിൽ നിന്ന് ഈ പറയപ്പെടുന്ന സിനിമാ നടിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവര് ഇവിടുന്ന് നാട് വിട്ട്, ഇന്ത്യ തന്നെ വിട്ട് അവര് വിദേശവാസം അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. അന്നിങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷെ കരിയർ മാത്രം, അവർ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, നടി രേവതിയെ കണ്ട് തങ്ങളുടെ കോളനിയിലാണ് രേവതി താമസിച്ചിരുന്നത്, ആ രേവതിയെ പോലെ ഒരു നല്ല അറിയപ്പെടുന്ന നടിയാവണം, അല്ലെങ്കിൽ സുഹാസിനിയെ പോലെ നല്ലൊരു നടിയാവണം എന്നാണ് അന്ന് ആ പെൺകുട്ടി ആഗ്രഹിച്ചത്. കോളേജിൽ പഠിക്കുന്ന ആ പെൺകുട്ടിയുടെ പ്രായം വെറും 17ഓ 18ഓ വയസ്സായിരിക്കും. കോളേജ് കാലം, ഫസ്റ്റ് ഇയർ ഡിഗ്രി എന്നവരതിനകത്ത് മെൻഷൻ ചെയ്തു പറയുന്നുമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എത്രയെത്ര ഇരകളാണ് ഇന്ന് മലയാള സിനിമയിലും അല്ലെങ്കിൽ തമിഴ് ഇൻഡസ്ട്രി ആകട്ടെ മൊത്തം ഇൻഡസ്ട്രിയിലും വ്യാപിച്ചു കിടക്കുന്നത്. ഒരു പക്ഷേ സൗമ്യക്ക് ഇന്ന് ഇത് പറയാനുള്ള ധൈര്യം എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ അവരിന്ന് ഇൻഡസ്ട്രിയിൽ ഇല്ല. അതുകൊണ്ടാണ് അവർ പച്ചയ്ക്ക് ഒരു ചാനലിന്റെ മുമ്പിൽ ഇതെല്ലാം വിളിച്ചു പറഞ്ഞത്. ഇന്നിപ്പോൾ മലയാള സിനിമയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് തമിഴ് ഇൻഡസ്ട്രിയിലും പീഡനങ്ങൾക്കെതിരെ ഒരു തമിഴ് നടികർ കഴകം സൃഷ്ടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഫോം ചെയ്തു എന്ന സന്തോഷ വാർത്ത നമുക്ക് അറിയാൻ സാധിക്കുന്നു. അതോടൊപ്പം ഒരു സംവിധായക, സൗമ്യ എന്ന സംവിധായക അതായത് മാംഗല്യം തന്തുനാനേനെ എന്ന സിനിമയുടെ സംവിധായക തുറന്നു പറയുന്നത്, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ സഹായിക്കാത്തതിനാൽ, അല്ലെങ്കിൽ കൂട്ടുനിൽക്കാൻ സഹായിക്കാത്തതിന്റെ പേരിൽ അവരെ പിന്നീടുള്ള സിനിമകളിൽ നിന്ന് വിലക്കിയെന്നാണ്. അവര് ഒരു പുതിയൊരു അഞ്ജലി മേനോനായി മാറും എന്ന് ഭയത്തോടുകൂടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പോലും അവരെ പലതിൽ നിന്നും വിലക്കിയെന്നാണ് അവരിപ്പോൾ ആരോപിക്കുന്നതെങ്കിലും അവർ പറയുന്നൊരു നന്ദിയുണ്ട്. ഹേമ കമ്മീഷൻ എന്നെ വീണ്ടും എന്റെ മുഖത്ത് പുഞ്ചിരി വിരിയിച്ചു എന്നാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി എത്രയെത്ര നായകന്മാരുടെ ശിരസ് നമ്മുടെ നടു റോഡിൽ ജനങ്ങളുടെ ഇടയിൽ കിടന്ന് ഉരുളുവെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇനിയും നമ്മുടെ താരവിഗ്രഹങ്ങൾ നമ്മുടെ മുൻപിൽ ഉടയാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.